ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് കുറച്ച് മ്യൂസിക് സിസ്റ്റങ്ങളാണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് ആൽഫിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ആംപ്ലിഫയർ ആണ്. 4 ചാനലാണ് വരുന്നത്, 200 ആണ് RMS വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു യൂണിറ്റ്. ഇതിന്റെ കൂടെ നമുക്ക് ഒരു യൂണിറ്റും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് 4 ചാനലാണ് വരുന്നത്. ഈ ഒരു രീതിയാണ് ഇതിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഈ ഒരു രീതിയാണ്. സബിലേക്ക് കൊടുക്കാനുള്ള പ്രീ ഔട്ടോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. 4 ചാനലുകളുള്ള ഇൻപുട്ട് ഈ ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഇത് കൂടുതലായിട്ടും വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നതാണ്. 7 സീറ്റർ വണ്ടിയിൽ അതുപോലെ തന്നെ ട്രാവലറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പവർ ആംപ്ലിഫയർ ആണ്. നമ്മളുണ്ടായിരുന്നു. നമുക്കിത് 200 വാട്ട്സ് RMS വരുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ഇനിയൊരു യൂണിറ്റ് ഉണ്ട്, അത് ഏതാ നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിന്റെ കൂടെ വന്നിട്ടുള്ള ഇനിയൊരു യൂണിറ്റ് ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ്. ഇത് നമുക്ക് സബിലേക്ക് മാത്രമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല ഹെവി വെയിറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് ആൽഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ആൽഫിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് JBLിലേക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. JBLിനേക്കാളും റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഗൂഗിളിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇൻപുട്ട് സോഴ്സ് ഈ രീതിയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൽ നമുക്കൊരു പ്രീ ഔട്ട് വരുന്നുണ്ട്. ഈ പ്രീ ഔട്ട് ഈ ഒരു ഡിവൈസിലേക്കാണ് കൊടുക്കുക. സൈഡ് ഡോർ നമുക്ക് 50 വാട്ട്സിന്റെ ആയിരിക്കും. നമ്മളെ മിക്ക ഒരുവിധം പിന്നെ ഇന്നോവ അതുപോലെ തന്നെ 7 സീറ്റർ വണ്ടിയിലൊക്കെ വരുന്ന സ്പീക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പ്രീസെറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഓരോ സ്പീക്കറും നമുക്ക് 100 വാട്ട്സ് RMS വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഡോറിൽ വരുന്ന ഓരോ സ്പീക്കറും 50 വാട്ട്സ് ആയിരിക്കും നമുക്ക് RMS വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രീസെറ്റ് നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. ഏത് രീതിയിലാണ് ഞാൻ ഫുള്ളായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് രീതിയിലാണ് ഇത് പ്രീസെറ്റ് സെറ്റ് ചെയ്യുക, ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യുക, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് മ്യൂസിക് സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. സോ അപ്പോൾ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് JBLിന്റെ ഒരു 2.1 സൗണ്ട് ബാർ ആണ്. സോ അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള സൗണ്ട് ബാർ ഏതാ നോക്കാം. അപ്പൊ ഇതിന്റെ കൂടെ വന്നിട്ടുള്ള സൗണ്ട് ബാർ ഇതാണ്. ഇത് നമുക്ക് വരുന്നത്, ഇതിന്റെ സോഴ്സ് വരുന്നത് നമുക്ക് HDMI ARC വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്. ഒരു USB പോർട്ട് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു യൂണിറ്റ് സബ് വരുന്നത് വയർലെസ് ആണ്. അപ്പൊ ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത മ്യൂസിക് നോക്കാം. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിലിപ്സ് ബ്രാൻഡിന്റെ ഒരു hi-fi മ്യൂസിക് സിസ്റ്റം ആണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പാനസോണിക്കിന്റെ ഒരു hi-fi മ്യൂസിക് സിസ്റ്റം ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സോണി ബ്രാൻഡിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ്. ഇത് നമുക്ക് ഐറ്റം ബ്രാൻഡിന്റെ ഒരു 2.1 ഓം ജാക്ക് ആണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു വയർലെസ് പാർട്ടി സ്പീക്കർ ആണ്. Welcome to JBC Multimedia. Bluetooth. അപ്പൊ നമ്മള് പരിചയപ്പെടുത്തിയിട്ടുള്ള മ്യൂസിക് സിസ്റ്റങ്ങൾ പരിചയപ്പെടുത്തൽ മാത്രമല്ല, സോ നമുക്ക് സെയിൽ ചെയ്യാൻ കൂടി ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ വന്നിട്ടുള്ള സ്പീക്കർ ഏതാണ്, നമ്മുടെ ലൊക്കേഷൻ, ഇതിന്റെ പ്രൈസ്, ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിന്റെ ബയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി കാണുക. അപ്പൊ അത് കൂടാതെ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിനും സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും നമ്മൾ ഓരോ ഡിവൈസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 1-2 ഡിവൈസുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മള് ഇനി വരുന്ന സെയിൽസ് റിലേറ്റഡ് വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള
ഓരോ ഡിവൈസുകളാണ് ഇത്. അപ്പൊ ഇത് ഞാൻ മുമ്പ് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അതിന്റെ കാലാവധി വരുന്നത് ജൂൺ 24-ാം തീയതിയാണ് ഈ മാസം. അപ്പൊ നിങ്ങൾ ആ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഞാൻ പിന്നെ ഇത് ഈ ഡിവൈസുകൾ നമ്മൾ കമന്റ് ചെയ്ത ആളുകൾക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏത് രീതിയിലാണ് വിന്നറെ കണ്ടെത്തുക, അത് ഏത് രീതിയിലാണ് അവരെ കൈകളിൽ എത്തുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതൊരു വൈഫൈ റിപ്പീറ്ററും ഒരു റൗട്ടറും കൂടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് വൈഫൈ എക്സ്റ്റൻഡർ ആണ് വരുന്നത്, വയർലെസ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് വരുന്നത്, ടാർഗറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് PC റിമോട്ട് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എന്തായാലും നമുക്ക് ഇത് 1500 രൂപ റേറ്റ് വരുന്നതാണ്. അത് നമ്മൾ ചെറിയ ചെറിയ ഓരോ ഡിവൈസുകളാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ ഈ മ്യൂസിക് സിസ്റ്റങ്ങളൊക്കെ പ്രൈസ് പറയും. അപ്പൊ ജസ്റ്റ് അത് എത്രയാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് പിന്നെ നമ്മള് വിന്നറെ തെരഞ്ഞെടുക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആണ്, യൂട്യൂബ് തന്നെയാണ്. അപ്പൊ അത് ഏത് രീതിയിലാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഈ ചാനലിൽ വെറും സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലാതെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.